മണിയേ മോളെ കല്യാണമാണ് അടുത്ത ആഴ്ച. ബുധനാഴ്ചയാണല്ലോ അല്ലേ? ബുധനാഴ്ച. ആ എവിടേക്കാ കൊണ്ടുപോണ? ഇവിടെ അടുത്ത് തന്നെ. ചെക്കൻ എന്താ പരിപാടി? ചെക്കന് ഇപ്പൊ എല്ലാ പണിയെടുക്കും. കൂലിവേല അതല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല, ശരിയായിട്ടില്ല കാര്യങ്ങളൊന്നും. അപ്പൊ ശരി. റസിയ, മണി വന്നിരിക്കുന്നു, കല്യാണം പറയാം. കല്യാണം പറയാം. എല്ലാരും കൂടി വരണം. അപ്പൊ ഇന്നാണ് ഓപ്പറേഷൻ അല്ലേ? സുനിയുടെ അല്ലേ? ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പൊ ചായ കുടിക്കണം. എല്ലാരും അങ്ങനെ ആവട്ടെ. നോക്കാം, കുറെ സ്ഥലത്ത് പോവാനുണ്ട്. ആയിക്കോട്ടെ. ശരി ശരി. ശ്യാമിലി വിത്ത് ഗോകുൽ എവിടുന്നാണാവോ പയ്യനൊക്കെ? ഇവിടെ അടുത്തുനിന്നാ പറഞ്ഞത്. പിന്നെ കല്യാണത്തിന് നമ്മളൊരു 10 കൊടുക്കണ്ടേ? 10 പോയേ? 10 പോയിക്കോ, ഞാൻ ആലോചിച്ചോളാം. എന്ത് മനുഷ്യനാ നിങ്ങള്? ആ പെൺകുട്ടി നമ്മളെ മുറ്റത്തോടെ ഇവിടെയൊക്കെ കളിച്ചു വളർന്ന പെൺകുട്ടിയാ. അതിന് 10 ഉറുപ്പ്യ 10,000. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചുറ്റുവട്ടവർക്കൊക്കെ 10,000 വെച്ച് കൊടുക്കാൻ ഞാൻ എന്താ അഴകിയരാവണില്ല മമ്മൂക്കേ? ഒന്നും ഇല്ലാത്തൊന്നും അല്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടാ, കടക്കം നനച്ചാലേ തളിരുണ്ടാവുള്ളേ. എങ്ങനെ? കടക്കം നനച്ചാലേ തളിരുണ്ടാവുള്ളൂ. പോയിക്കോ അതിക്കോ. അല്ലെ ലുക്കൊന്നും പറയാൻ പാടില്ലല്ലോ. അല്ല ഇവിടെ കൊത്തിരുന്നിട്ട് കുറച്ചേരം പറഞ്ഞോ, ഞാൻ കേട്ടുകൊണ്ടിരിക്ക. അല്ല, നിങ്ങളെ കൂട്ടുകാരനില്ലേ സുനി, ഇപ്പൊ എന്താ കരള് മാറ്റി വെക്കാനുള്ള ഓപ്പറേഷന്, അതിനും കൊടുക്കണില്ലേ? അനക്ക് ഈ കൊടുക്കണ ചിന്ത മാത്രമായിട്ടാണല്ലോ നടക്കണേ. എന്താണത്? ഇത് എവിടുന്ന് എടുത്തിട്ട് കൊടുക്കണ? സുനിക്ക് എന്താ കേടെന്ന് മനസ്സിലായി? എനിക്ക് അറിഞ്ഞിക്കണ കരള് പോയതാ. അപ്പൊ ലിവർ കേടുന്നതാ കരള്. വെള്ളടിച്ചിട്ട് ആരെ കൂടെ ഉണ്ടായിരുന്ന ആരായാലും അടിച്ചിട്ട് പോയതല്ലേ, കള്ളുടിച്ചിട്ട് നാശായതല്ലേ. അത് എങ്ങനെ വെച്ചാ ചെയ്തോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ ചെയ്തോളൂ. എന്ത് മനുഷ്യനാ നിങ്ങള്? ഞാൻ അങ്ങനെ തന്നെ. ഞാൻ കള്ളു കുടിച്ചിട്ട് കരള് പോയോനും അത് പോയോനും ഇത് പോയോനൊക്കെ ഞാൻ അതിങ്ങനെ നടന്നു കൊടുക്കാന്നൊക്കെ അതിനെ ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് യഥാർത്ഥ കൂട്ടുകാരൻ കേട്ടോ. കൂടെ ഇരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ആ പാവത്തിന്റെ കരള് പോയപ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. അതൊക്കെ ചിലപ്പോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് നമ്മൾ കൂടെ ഇരിക്കും, കള്ളുടിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കരള് പോയവർക്കൊക്കെ ഞാൻ എന്തറിഞ്ഞിട്ടാ ഈ പറയണ്? നിങ്ങളെടുത്ത് ഇല്ലോയൊന്നും ഇല്ലല്ലോ, എന്നോട് പറയിക്കാൻ നിക്കണ്ട ഇമ്മരത്ത് വെച്ചിട്ടാ. എന്റെ അക്കൗണ്ടൊക്കെ എന്റെ അടുത്തല്ലേ? ഇന്ത്യ അടുത്ത് അല്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് കോടിക്കണക്കിന് ഇരിക്കുന്നുള്ള അതൊക്കെ അറിയാം. അതവിടെ ഇരുന്നോട്ടെ. അതിന് കുറച്ചെടുത്തൊന്ന് കൊടുക്കുന്നു. നിങ്ങൾ എന്ത് ദുഷ്ടതരം കാണിക്കണത്? ഞാൻ ആലോചിക്കണത് അതല്ല. ഞാനിട്ട് എന്നൊക്കെന്നാണ്ട് ചത്തുപോയ നിങ്ങൾ എന്താ ചെയ്യാ? എന്റെ അക്കൗണ്ടും ബാലൻസും സ്വത്തും ഒക്കെ നിങ്ങളെ കയ്യിലാവുമല്ലോ. ഇതൊക്കെ നിങ്ങൾ നാട്ടുകാർക്ക് കൊടുത്തിട്ട് തീരൂലേ? അവസാനം തിന്നാൻ ഉണ്ടുണ്ടാവും. അതെ, ഈ ദാനം കൊടുക്കണ കൈക്കേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും പടച്ചോൻ തരിക? ഒരാൾക്ക് പടച്ചോൻ സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ പടച്ചോൻ അയാൾക്കൊരു ഒരു പരീക്ഷണം പോലെ ഇട്ട് കൊടുക്കും, അയാൾ മറ്റുള്ളവർക്ക് സൽക്കർമ്മം ചെയ്യണ്ടോ എന്നുള്ളത്. ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം മുടിഞ്ഞു പോകട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങളുടെ കൂടെ ജനിച്ച് വളർന്ന ആളാണ് ഈ പറഞ്ഞ സുനി എന്ന് പറഞ്ഞത്. കൂടെപ്പുറപ്പിനെ പോലെ കാണേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഇങ്ങനത്തെ ദുഷ്ടം കൊടുക്കണേനൊക്കെ ഒരു പരിധി ഉണ്ടടി. എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കലല്ല, ഒരു ലിമിറ്റ് അറിഞ്ഞ് കൊടുക്കണം. അതാണ്. അല്ലാതെ എല്ലാവർക്കും ഈ പറയണ പോലെ ആ ആൾക്ക് 10,000, ഇയാള് വരുമ്പോഴത്തും കല്യാണം പറഞ്ഞ 25,000, സുനിക്ക് 2 ലക്ഷം. എന്താ കഥ? ഞാനേ നിങ്ങളോട് ദൂർത്തടിച്ച് കളയാനല്ല പറഞ്ഞത്, പാവങ്ങളെ ഇതാണ് ദൂർത്ത്. നമ്മൾ ആവശ്യത്തിന് കൊടുക്കണം. ഇപ്പൊ നാട്ടുകാരും അവരും ഒക്കെ കൂടിയിട്ടൊക്കെ തന്നെയാണ് നാട്ടില് കരളിന്റെയും ലിവറിന്റെയും ഒക്കെ ഓപ്പറേഷൻ നടത്തുന്നത്. അത് അങ്ങനെയൊക്കെ നടന്നു പോയിക്കോളും. ഇപ്പൊ നമ്മളെടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാ? അബേ, മരിക്കണ നേരത്ത് ഒരു തുള്ളി വെള്ളത്തിന് കൊടുക്കണേ, അതിനെങ്കിലും ഞാൻ ഒന്ന് ദുആ ചെയ്യട്ടെ. ഇവിടെ ഉണ്ടാവില്ല, ഇത് തരില്ല. അതാണ്. എന്താ വിറ്റങ്ങളൊക്കെ പൈസ നശിപ്പിക്കാൻ വേണ്ടിട്ടേ. ഒരു അറിഞ്ഞ ആവശ്യത്തിനല്ലേ കൊടുക്കലിത്. എല്ലാവർക്കും പൈസ കൊടുക്കാതിരിക്കല അവിടെ. ഹലോ. വലൈക്കും അസ്സലാം. എന്താണ്? പറഞ്ഞോ. എടാ, കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ? സുനിയുടെ ആരാള്ള അവിടെ? സുനിയുടെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, വൈഫുണ്ട്. എല്ലാരും അന്നെ പിന്നെയാണ് ചോദിക്കുന്നത്. എന്താ പിന്നെ ചോദിക്കാനുള്ളത്? കരഞ്ഞിട്ട് അവര്
ഭയങ്കര സീനായിരുന്നു. അതാ ഇവിടെ ഇപ്പൊ റസി എത്ര നേരം അതിനെ പറ്റി പറയായിരുന്നു. ഓളെ വിചാരം ഓളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ആ ആ എന്തായാലും ഞാൻ ചെയ്തത് വലിയൊരു കാര്യമായി, വലിയ അതും കാര്യമായി. പിന്നല്ല നമ്മള് ചെയ്യണ്ടേ. നമ്മള് ഒരു ചെയ്യണത് വേറൊരാൾ അറിയരുത്, അത്രേ ഉള്ളൂ. ആ നാലാൾ അറിയരുത്. അത് ഇനിയിപ്പോ പിന്നെ ഞാൻ അല്ല പിന്നെ ഒരു കാര്യം. ഇനി- ആ ആ എന്താ പറഞ്ഞേ? ഇനിയിപ്പോ കുറച്ച് ഒരു 10-40 രൂപ ബാക്കിയുണ്ട് കേട്ടാ, ബാലൻസ് ഉണ്ട്. അതെ, ഇനി അടയ്ക്കാനാ? ഹോസ്പിറ്റലിൽ അടയ്ക്കാനാ? അല്ലല്ല അല്ല അല്ലല്ല ബാലൻസ് ഉണ്ട് കുറച്ച്. ആ ആ അല്ല പൈസ അവന്റെ അടുത്ത് സുനിക്കനെ അവന്റെ വൈഫിന്റെ അടുത്ത് നമ്മുടെ അടുത്ത് കൊടുത്താളെ, അവരെടുത്തോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, കേട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ ഞാനാണ് ആ ഇതിനുള്ള മൊത്തം പൈസ തന്ന് ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചെന്നുള്ളത് ഒരാളും അറിയരുത്. ഇല്ല 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 അത് ഇല്ല. അവരുടെ സുനിയുടെ അത് വീട്ടുകാരോട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുനിയുടെ വീട്ടുകാരോട് പ്രത്യേകം പറയണം കേട്ടാ. അപ്പൊ എന്തായാലും നിന്നെ ഒന്ന് വന്ന് കാണണം എന്ന് അറിയുന്നുണ്ട്. ഇങ്ങോട്ട് ആ വരണ്ട, ഇങ്ങോട്ട് വരണ്ട, അതൊന്നും വേണ്ട. ഞാൻ അവിടെ വന്നിട്ട് സുനീനെ കണ്ടോളാം. ശരി ശരി ഡിസ്ചാർജ് ഞാൻ ആവട്ടെ ട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഓക്കെ ശരി, ഓക്കെ, അസ്സലാമു ശരി. അലൈക്കും.